ഹായ് ഹലോ, എല്ലാവർക്കും സുഖല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ഹെയർ പാക്കുമായിട്ടാണ്. നമ്മൾ ഹെയർ കെയർ ചെയ്യണം, നമുക്ക് ഹെയർ ഓയിൽ ഇടണം, ഹെയർ നന്നായിട്ട് ബ്രഷ് ചെയ്യണം. ഇതിനൊക്കെ പുറമെ മന്ത്ലി ട്വൈസ്, മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഹെയർ പാക്കുകൾ ഇടണം. ഹെയർ പാക്കുകൾ ഇടുന്നത് നമ്മുടെ തലയിലെ താരനെ നിയന്ത്രിക്കാനും തലയോട്ടിയുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും മോയ്സ്ചറൈസർ നമ്മുടെ തലയിൽ നിലനിർത്താനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഞാൻ വീഡിയോയിലേക്ക് പോകാം, വീഡിയോ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യണം ഹെയർ കെയറിൽ, എന്തൊക്കെ ചെയ്യണ്ട ഹെയർ കെയറിൽ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ബദാം പിസിൻ എന്ന് പറയുന്ന ആൽമണ്ട് ഗം. ഇത് നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇതുപോലെ പൂത്ത പോലെ ഇങ്ങനെ ഉണ്ടാവും. ബദാം ഗം നമ്മുടെ തലയോട്ടിയുടെ ചർമ്മത്തിനെ നറിഷ് ചെയ്യുകയും ഹെയർ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തൊരു ഇൻഗ്രീഡിയന്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ബനാന ആണ്. ബനാനവും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനെ സിൽക്കി ആയിട്ട് വെക്കുന്നതിനോടൊപ്പം നമ്മുടെ സ്കാൾപ്പിനെ, തലയോട്ടിയുടെ സ്കിന്നിനെ ഡാൻഡ്രഫ് ഇല്ലാതെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും ക്ലിയർ ചെയ്യാനും സഹായിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് റോസ്മേരി എന്ന് പറയുന്നത്. 5 തുള്ളി റോസ്മേരി ഓയിലും 5 തുള്ളി ഗ്ലിസറിനുമാണ് നമ്മൾ ചേർക്കുന്നത്. ഗ്ലിസറിൻ നമ്മുടെ ഹെയറിനെ സ്മൂത്ത് ആക്കാനും നമ്മുടെ സ്കിന്നിന്റെ, അതായത് തലയോട്ടിയുടെ ചർമ്മത്തിന്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും ഇൻഫെക്ഷൻ ഇല്ലാതെ നോക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഒരു മിക്സിയിലിട്ട് കുറച്ച് വെള്ളം, അധികം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് നല്ല പേസ്റ്റ് ആക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടുക. നമുക്ക് വളരെ സൗകര്യമാണ് ഇത് നമ്മുടെ ഹെയർ ഫുള്ളും തലയോട്ടിയുടെ ചർമ്മം ഫുള്ളും അപ്ലൈ ചെയ്യാനായിട്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ തല നന്നായിട്ട് ചീകുക. അത് കഴിഞ്ഞ് ഈ ഹെയർ പാക്ക് നമ്മുടെ മുടിയിലും തലയോട്ടിയിലും ഫുള്ള് പാർട്ടായിട്ട് എടുത്ത് അപ്ലൈ ചെയ്യണം. വളരെ ക്ഷമയോടെ അപ്ലൈ ചെയ്താൽ വളരെ നല്ലതാണ്. ഓരോ പാർട്ടായിട്ട് നിങ്ങൾക്ക് എടുത്ത് കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള ഹെയർ പാക്കുകൾ മാസത്തിൽ 2 തവണ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മൂലം നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന താരനെയും അഴുക്കിനെയും ഒക്കെ ക്ലിയർ ചെയ്ത്, അതിൽ വിയർപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ക്ലിയർ ചെയ്ത് നമ്മുടെ തലയോട്ടിയുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനെ ഇൻക്രീസ് ചെയ്യുകയും പട്ട് പോലെയുള്ള ഒരു മുടി നമുക്ക് കിട്ടുകയും ചെയ്യും. വളരെ നല്ലതാണ് ഹെയർ പാക്ക്. തല ഒന്ന് കൂളാക്കാനും ചൂട് കൊണ്ട് മുടി പൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതിനും ഒക്കെ നല്ലതാണ്. ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത പോലെ ഒരു ഷവർ ക്യാപ്പ് ഇട്ടിട്ട് 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് വാഷ് ചെയ്യാം. ഹെയർ പാക്കിന്റെ കൂട്ടത്തിൽ ഒരു ഫേസ് പാക്ക് കൂടെ ഉണ്ടാക്കിയിട്ടാൽ സമയം ലാഭിക്കാം. ഞാൻ ഇട്ടു കേട്ടോ. അപ്പൊ വീഡിയോ കണ്ടില്ലേ? ആ ഹെയർ പാക്കാണ് ഞാൻ ഇന്ന് എൻ്റെ തലയിൽ ഇട്ടിരിക്കുന്നത്. ഞാൻ മാസത്തിൽ 2 ദിവസം ഹെയർ പാക്കുകൾ ഇടാറുണ്ട്. ഞാൻ ഇടുന്ന വളരെ നാളുകളായിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഇന്നിപ്പം നമ്മൾ കാണിച്ചിരിക്കുന്ന ബദാം പിസിൻ, അതായത് ബദാം മരത്തിന്റെ ഒരു കറയാണത്. അതും വാഴപ്പഴമും പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ആ ഒരു എസെൻഷ്യൽ ഓയിലും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഹെയർ പാക്ക്. സോ നിറയെ പേർക്കും മുടി കഴുകണം എന്നറിയാം. കഴുകുമ്പോൾ നിറയെ പേരും നിറയെ മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട്. അറിയത്തില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളത് കെയർ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, അതിനത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒരുപാട് പേരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഹോട്ട് വാട്ടറിൽ മുടി കഴുകുക എന്നുള്ളത്. ഹോട്ട് വാട്ടറിൽ കഴുകുന്നതിന് പകരം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ നോർമൽ വാട്ടറിലെ കൂടെ കഴുകാം. പിന്നെ വളരെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ച് കഴുകുക, അതായത് pH ലെവലൊക്കെ കൂടുതലുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴുകുക.
നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹെർബൽ ഷാമ്പു ഉപയോഗിച്ച് നമ്മളൊരു ഷാമ്പു ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അതുപോലുള്ള ഹെർബൽ ഷാമ്പു ഇട്ട് ഉപയോഗിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഒരിക്കലും പൊഴിയാതെയും നമുക്ക് അലോപേഷ്യ പോലുള്ള രോഗങ്ങളൊക്കെ വരാതെയും, നിറയെ പേർക്ക് മുടി കൊഴിഞ്ഞ് വട്ടത്തിൽ കൊഴിഞ്ഞൊക്കെ പോകും. അതുപോലെ ഇവിടെ നെറ്റി ഇങ്ങനെ കയറുകയൊക്കെ ചെയ്യും. അങ്ങനെയൊന്നും വരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നിറയെ കാലം നമ്മുടെ മുടിയുടെ തിക്നെസ് നിലനിർത്താനായിട്ട് സാധിക്കും. നമ്മൾ ഓൾറെഡി ഹെയർ കെയർ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ അടിക്കടി തല, അതായത് ദിവസവും തല കഴുകുന്നതും അത്ര നല്ലതല്ല. നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസം അല്ലെങ്കിൽ മാക്സിമം ആഴ്ചയിൽ 2 ദിവസമൊക്കെ തല കഴുകിയാൽ മതിയാവും. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഒരുപാട് സ്വെറ്റ് നിങ്ങൾക്ക് തലയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തല കഴുകാം. നമ്മൾ ഒരുപാട് ഹോട്ട് വാട്ടറിൽ മുടി കഴുകുമ്പോഴത്തേക്കും മുടിയും സ്കാൽപ്പും ഭയങ്കര ഡ്രൈ ആകുകയും ഓപ്പൺ പോസ് ഉണ്ടാകുകയും അവിടെ ഡേർട്ട് ഉണ്ടാകുകയും അതുമൂലം ഡാൻഡ്രഫ് ഉണ്ടാകുകയും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾക്കുണ്ടാകും. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കണ്ട പോലെ നാച്ചുറൽ പ്രോഡക്റ്റ് കൊണ്ട് ഇനി നിറയെ ഹെയർ പാക്കുകളുണ്ട് കേട്ടോ. ഞാൻ ഒരു ഹെയർ പാക്കാണ് കാണിച്ചത്. അതുപോലെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുന്നതൊക്കെ നമ്മുടെ സ്കാൽപ്പിൻ്റെയും മുടിയുടെയും ഹെൽത്തിനെയും സിൽക്കി ഹെയർ നമ്മൾക്ക് തരാനും ഒട്ടും കട്ട പിടിക്കാത്ത, ചെട പിടിക്കാത്ത, നീളമുള്ള, തിക്കായിട്ടുള്ള, ആരോഗ്യമുള്ള, മറ്റുള്ളവർ കണ്ടാൽ കൊതിക്കുന്ന മുടി കിട്ടാനായിട്ട് ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഹെയറിൻ്റെ റൂട്ടിനെയോ നമ്മുടെ തലയുടെ ചർമ്മത്തിനെയോ തലയോട്ടിയോ അധികം ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റുകൾ വെച്ച് ഒന്നും ചെയ്യരുത്. നമ്മൾ ടവൽ വെച്ച് പോലും വളരെ റബ്ബായിട്ട് നമ്മൾ തല തോർത്താൻ പാടില്ല. മൈക്രോ ഫൈബർ എന്ന് പറഞ്ഞൊരു ടവൽ ഇപ്പോൾ വരുന്നുണ്ട്. അത് യൂസ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടൈ ചെയ്ത് വെച്ചാൽ മതി. മുടി നല്ല കറക്റ്റായിട്ട് ഈർപ്പമെല്ലാം എടുത്ത് കറക്റ്റ് ഫോമിൽ നിങ്ങൾക്ക് കിട്ടും. അതിന് വലിയ വിലയൊന്നുമില്ല. ഐ തിങ്ക് 150 അതുപോലെയൊക്കെ ഉള്ളൂ. സോ യു ക്യാൻ അഫോർഡ് ഇറ്റ്. വേറൊരു കാര്യം, തല തോർത്തുമ്പോൾ ചിലരിങ്ങനെ ടവലിട്ട് ഇങ്ങനെ അടിക്കും. അങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, തല റഫായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ മുടിയുടെ അറ്റമൊക്കെ പിളർന്ന് ഒരു ഹെൽത്തി അല്ലാത്ത, മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു തരത്തിലുള്ള ഫ്രിസി ഹെയറും സ്പ്ലിറ്റഡ് ആയിട്ടുള്ള അറ്റം പിളർന്ന ഹെയറും ഒക്കെ ആയി പോവും. സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. മുടി ഒരുപാട് ഹീറ്റ് ചെയ്യാതിരിക്കുക, അതായത് ഹെയർ ഡ്രയർ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ കരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് പോകുമ്പം അവർ നന്നായിട്ട് ഹീറ്റ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും ഇടുന്നത്. കരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഞാനൊരു വീഡിയോ ചെയ്യാം. സോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര ഏജ് ഉണ്ടോ, ഏത് ഏജ് വരെ നമ്മൾ ജീവിച്ചിരിക്കുന്നോ അതുവരേക്കും നമ്മൾക്ക് ഉള്ള പോലെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ മുടിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഹീറ്റ് മാക്സിമം മുടിയിൽ ഒഴിവാക്കുക. ഹീറ്റ് മീൻസ് ഹോട്ട് വാട്ടർ ആവട്ടെ, ഹെയർ ഡ്രയർ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ബോട്ടോക്സ്, കെരാറ്റിൻ, കളർ ചെയ്യാൻ പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മുടിയെ നമ്മൾ ചീത്തയാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കളർ ചെയ്യുന്നവർക്കറിയാം, കുറച്ച് നാൾ കഴിയുമ്പോൾ മുടി വലിച്ചു നോക്കിയാൽ റബ്ബർ പോലെ ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ. സോ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ മുടി നന്നായിട്ട് വളരും. പെട്ടെന്ന് നമ്മുടെ മുടി കൊഴിയുന്നു, വീട് മൊത്തം നമ്മുടെ മുടിയാണ്, അല്ലെങ്കിൽ നമുക്ക് അലോപേഷ്യ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് കൂടുതലും നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം, സപ്ലിമെൻറ്റ്സ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു. വൈറ്റമിൻ ടാബ്ലറ്റുകളാകട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ വരുന്ന ടാബ്ലറ്റുകളാകട്ടെ, മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ച് ടാബ്ലറ്റുകൾ ഒന്നും തന്നെ കഴിക്കാതിരിക്കുക. ഡോക്ടറെ കൺസൾട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 200 രൂപ 300 രൂപ ഫീസ് കൊടുത്താലും സാരമില്ല, നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ഒന്നും ചെയ്യരുത്. ഇനിയും ഹെൽത്തി ആയിട്ടുള്ള മുടിക്ക് വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, മുടി ഡെയിലി ഒരു പ്രാവശ്യം ചെയ്യണം. ചുമ്മാ ചിക്കിക്കൊണ്ടിരുന്നാലും മുടി പൊഴിയും. അതായത് നമ്മുടെ മുടിയുടെ റൂട്ടിനെ നമ്മൾ ഹേർട്ട് ചെയ്യുന്ന പോലെയാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം തലയ്ക്ക് കുളിച്ചാൽ മതി, അതായത് തല നനച്ചാൽ മതിയായിരിക്കും. നല്ല കറക്റ്റ് ആയിട്ടുള്ള ഷാമ്പു സെലക്ട് ചെയ്യുക. അതായത് മാക്സിമം ഹെർബൽ പ്രോഡക്റ്റ് നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. അതൊരു നല്ല കാര്യം കൂടിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. അതായത് ഹെർബലായിട്ടുള്ള, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഹെർബലായിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കുക, പാക്കുകൾ ഉപയോഗിക്കുക. ഈസി ആയിട്ട് അലുവേറ വീട്ടിൽ ഒരു ചെടിച്ചട്ടിയിൽ നട്ട് വളർത്താൻ പറ്റും. അതിൽ ഒരു ലീഫ് കട്ട് ചെയ്യുക, അതിൽ നിന്ന് അലുവേറ ജെൽ എടുക്കുക. അലുവേറ ലീഫ് എടുക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അലുവേറ ലീഫ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 മണിക്കൂറെങ്കിലും നല്ല കുത്തനെ വെള്ളത്തിൽ കുത്തി നിർത്തി അതിൻ്റെ അകത്തുള്ള മഞ്ഞ കളറുള്ള കറ മൊത്തം പുറത്ത് വന്നിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നന്നായിട്ട് ചൊറിയും.
ഓക്കെ. ഇല്ല നിങ്ങൾക്ക് കുത്തി നിർത്താമെങ്കിൽ 2-3 പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചോളൂ. ഒരു മാക്സിമം 5-6 മണിക്കൂർ ഇട്ട് വെക്കാതെ അലോവേറ ഉപയോഗിക്കരുത്. പിന്നെ അതിൻ്റെ സ്കിൻ എടുക്കുമ്പോൾ അതിനകത്തുള്ള ഫ്ലഷ് മാത്രമേ എടുക്കാവുള്ളൂ. പച്ച കളർ, അതിൻ്റെ സ്കിന്നിലെ പച്ച കളർ കുറച്ചെങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും ചൊറിയും. കാരണം എനിക്ക് അലോവേറ ഭയങ്കരമായിട്ട് ചൊറിയും. ഞാൻ വളരെ കെയർഫുൾ ആയിട്ടാണ് അലോവേറാസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ ലീഫിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ കുറേ നേരം വെള്ളത്തിൽ വെച്ചേക്കും. അതുപോലെ എടുക്കുമ്പോൾ ആ പച്ച കളർ മാക്സിമം എടുക്കില്ല. ഞാൻ എടുക്കുമ്പോൾ ഗ്ലൗസ് ഇട്ട് പോലുമേ എടുക്കത്തുള്ളൂ. മുടിയെക്കുറിച്ച് വർണ്ണിക്കാത്ത കവികളില്ലല്ലേ? നമ്മുടെ ഒരുപാട് പാട്ടുകളിൽ മുടിയെക്കുറിച്ച് വർണ്ണിക്കുന്ന പാട്ടുകളുണ്ട് അല്ലേ? അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഇമാജിനറി വേൾഡിൽ പോയിട്ടുണ്ട്. നിറയെ മുടി, ആക്ച്വലി എനിക്ക് നിറയെ മുടി ഉണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത ഒരാളാണ്. ബട്ട് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഹെയർ സ്റ്റൈൽ. അതൊരു സീക്രട്ടാണ്, ഞാൻ പറഞ്ഞു തരട്ടെ. നമുക്ക് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈലും നമ്മളുടെ ഫേസിന് ബ്യൂട്ടി കൂട്ടും. നല്ല തിക്കായിട്ടുള്ളൊരു ഹെയർ നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല ഒരു ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോയിട്ട്, ബ്രാൻഡഡ് ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഒരു പ്രാവശ്യം നന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് നിങ്ങൾക്ക് സാധാരണ പാർലറിൽ പോയി അതേ ഫോളോ ചെയ്ത് കട്ട് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങളുടെ ഫേസിന് നന്നായിട്ട് മാറ്റാം. നിങ്ങളുടെ ഫേസ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പഠിക്കുക. ഏത് ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്ക് ചേരുന്നതെന്ന് പഠിക്കുക. എന്നിട്ട് ആ ഹെയർ സ്റ്റൈൽ അവരെ മാറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതുപോലൊരു ഹെയർ സ്റ്റൈലും നമ്മുടെ ഫേസിൻ്റെ ബ്യൂട്ടിയിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. നല്ല ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുക. ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ നല്ല വൃത്തിയായിരിക്കണം. ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ മാക്സിമം നിങ്ങളുടെ കോമ്പ് കൊണ്ടുപോകും. അവിടുത്തെ കോമ്പ് ഉപയോഗിക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം താരൻ എന്ന് പറയുന്ന കാര്യം നന്നായിട്ട് പകരുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് പകരും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുന്ന കോമ്പ് വീട്ടിൽ ആരും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരുപയോഗിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഒരു പേഴ്സണൽ ഹൈജീൻ കൊണ്ടുവന്നാൽ തന്നെ നമ്മളുടെ പകുതി പ്രശ്നങ്ങൾ മാറുന്നതായിരിക്കും. പിന്നെ ഹെയർ കെയറിന് ചെയ്യേണ്ടത് വീക്ക്ലി 3 times ഓയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഓയിൽ അപ്ലൈ ചെയ്യുക. ഒരുപാട് വലിയ കോസ്റ്റ്ലി ഓയിലുകളൊന്നും വേണ്ട. നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഓയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അതും നല്ലതാണ്. അത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ, സെസമി ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, ഈ 3 ഓയിലിൽ ഏതെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് സർക്കുലർ മോഷനിൽ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഹെയർ ഗ്രോത്ത് കൂടും. ഓയിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെയറിനും ബോഡിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? ഹെയർ പൊഴിയുന്നുണ്ടെന്ന് പറഞ്ഞ് ആങ്സൈറ്റി വിടുക. ഓക്കെ, ഹെയർ പൊഴിയുന്നുണ്ട്, അടുത്ത് എന്ത് ചെയ്യാം എന്നാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ ഹെയർ പൊഴിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഇതാവും. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഹെയർ പാക്ക് മന്ത്ലി 2 ഇടുക, ഓയിൽ ഇടുക. നിങ്ങൾ ഹെയർ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ബ്രഷ് ചെയ്യുക. ഹെയറിൻ്റെ സ്കാൽപ്പിലോട്ട് ഷാർപ്പായിട്ടുള്ള നഖമോ കമ്പിയോ ഒന്നും വെച്ച് ഇങ്ങനെ ചൊറിയാതിരിക്കുക. പിന്നെന്താ, ഹെയറിൻ്റെ ടിപ്പ് വെച്ചിട്ട് മാത്രം മസാജ് ചെയ്യുക. ഹാർഷായിട്ട് ടവൽ വെച്ച് തുടയ്ക്കാതിരിക്കുക. മൈക്രോഫൈബർ ടവൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഹെയറിനുള്ള വ്യത്യാസം പറയാം. ഈ ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹെയർ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര ഭംഗിയായിട്ടാണ് ഹെയർ ഇരിക്കുന്നതെന്ന്. ഈ ബദാം പിസിൻ എന്ന് പറയുന്ന സാധനം സാധാരണ എല്ലാ മരുന്ന് കടയിലും കിട്ടും, ഓൺലൈനിലും കിട്ടും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ വേണമെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഞാൻ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കുക. കാരണം മോസ്റ്റ്ലി എല്ലാ വീഡിയോയ്ക്കകത്തുള്ള എല്ലാ ഇൻഫർമേഷൻസും മലയാളത്തിൽ തന്നെ ഞാൻ വീഡിയോയുടെ അടിയിൽ എഴുതാറുണ്ട്. അതും കൂടി വീഡിയോ കണ്ടു കഴിഞ്ഞ് അതും കൂടെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതുവരെയും തന്ന സ്നേഹത്തിനും മെസ്സേജുകൾക്കും എല്ലാം ഒരുപാട് നന്ദി. അപ്പം ഇനിയൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ.